ഹായ് ഹലോ മോർണിംഗ് ആയിട്ട് എന്താ പരിപാടി? ഞാൻ പള്ളി വരെ പോവാ. ഞാൻ ഇറങ്ങുന്ന സമയത്ത് എൻ്റെ പള്ളിയിലെ അച്ചാച്ചൻ വന്ന് എന്നോട് ചോദിച്ചു, വളി പോരുന്നു? പിന്നെന്നാ വൈനോട്ട്. നടക്കാൻ എനിക്ക് ഇഷ്ടമാണെങ്കിലും ചില സാഹചര്യത്തിൽ ഞാൻ പിന്നെ ഇതാണ് കേട്ടോ എൻ്റെ പള്ളി. പിന്നെ ക്യൂട്ട്നെസ് വാരി അറിയുന്ന മുതലിൻ്റെ പേരാണ് മരിയ. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം തുടങ്ങിയിട്ട് കുറച്ച് ഏറെ നാളായി. ഈ കാണുന്ന മുതലിൻ്റെ ശല്യം എനിക്ക് പള്ളി മാത്രമല്ല, പറഞ്ഞു വരുവാണെങ്കിൽ ഞങ്ങൾ സ്കൂളിൽ ഒരേ ക്ലാസ്, ഒരേ ബെഞ്ച്, എന്തിന് വീട് പോലും കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ. എല്ലാം കൊണ്ട് ഞങ്ങൾ ഭയങ്കര ക്ലോസാണ്. ഞാൻ മരിയ. വേറെന്താ പറയുന്നത്? വേറൊന്നും പറയില്ല. അപ്പം എല്ലാവർക്കും മനസ്സിലായല്ലോ ഞാൻ മരിയ. എനിക്കൊന്നും പറയാനുണ്ടായിരുന്നു. പറയില്ല. ഇത് കാണുമ്പോൾ ഭയങ്കര നിഷ്കളങ്ക പാവം കൊച്ചൊക്കെ ആയിട്ട് തോന്നിയാലും അങ്ങനെയൊന്നുമല്ല. തുറക്കുന്നതേ മണ്ടത്തരം പറയാനും തിന്നാനും വേണ്ടി മാത്രം. പിന്നെ എൻ്റെ കൊച്ചു പാവമൊക്കെ കേട്ടോ, ഉറക്കത്തിൽ മാത്രം. പിന്നെ ഇവിടെ ഒരു കാര്യത്തിൽ പറയാനാണെങ്കിൽ മേളിക്കൂടെ പോകുന്ന വള്ളികളെല്ലാം ഏടി പിടിച്ച് കയറുന്നതാണ് ഇവിടെ സ്വഭാവം. ഞങ്ങളുടെ ബോണ്ടിൻ്റെ സ്പെഷ്യാലിറ്റിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പള്ളിപ്പെരുന്നാൾ നടക്കുന്ന സമയത്ത് കുർബാനകളുണ്ടായിരുന്നു. അപ്പം അന്ന് ഈവനിങ് കുർബാന കഴിഞ്ഞിട്ട് ഞങ്ങളുടെ പള്ളീൻ്റെ ഓപ്പോസിറ്റായിട്ടൊരു മരണ വീടുണ്ടായിരുന്നു. അപ്പം അച്ഛനൊക്കെ ഓർത്ത് അവിടെ ബോഡി കൊണ്ടുവന്ന ടൈമായിരുന്നു. അപ്പം അച്ഛനൊക്കെ ഓർത്ത് എന്നാൽ അങ്ങോട്ട് പോയിട്ട് വരാം. അപ്പം ഞങ്ങൾ പള്ളിയിലുള്ള എല്ലാവരും കൂടെ ആ വീട്ടിലോട്ട് പോയി. എന്നിട്ട് അപ്പോൾ ആംബുലൻസിൽ കയറ്റുന്ന ടൈമായിരുന്നു. അപ്പം അച്ഛൻ എന്നെ ആംബുലൻസിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ നിൽക്കുന്നവരാണെങ്കിൽ ഇങ്ങനെ ഏറ്റു ചൊല്ലിക്കൊണ്ടിരിക്കുക. അപ്പം ഇവളാണെങ്കിൽ ആ സമയത്ത് പെട്ടെന്ന് ചിരിക്കാൻ തുടങ്ങി. എൻ്റെ പൊന്നെ, ഞാൻ ഇവളും കൈ കോർത്ത് പിടിച്ചേക്കുക. അപ്പം ഇവൾ ചിരിക്കുമ്പോൾ വൈബ്രേഷൻ ആണല്ലോ, ആ വൈബ്രേഷൻ എനിക്ക് വരും. അപ്പോൾ എനിക്ക് ചിരി വരും. ഞാൻ ഇവളും കൂടെ ആ മരണ വീട്ടിൽ ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം ഒരു മരണ വീട്ടിൽ ചെന്ന് ചിരിച്ചിട്ടുണ്ട്. അന്ന് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. ദൈവമേ, മരണ വീട്ടിൽ ചെന്ന് ചിരിച്ചിട്ട് അതൊരു അമ്പച്ചി വരിക. എന്തൊക്കെ പറഞ്ഞാലും എല്ലാവരുടെയും ലൈഫിൽ ഇങ്ങനത്തെ ഒരെണ്ണം കാണും, ഒരു അൺസീരിയസ് ആയിട്ടുള്ള. സത്യം തന്നെ ഇത് ഇന്നലത്തെ സംഭവങ്ങൾ മരണ വീട്ടിലെ കാര്യമല്ല കേട്ടോ, അത് കുറച്ച് കണക്ക് മുമ്പുള്ളതാണ്. ഞാൻ ഇന്നലെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ മടി ഭയങ്കര മടിയാണ്. രാവിലെ എടുത്ത് വെച്ചതായത് ഇതൊക്കെ എന്നിട്ട് ഞാൻ എഡിറ്റ് ചെയ്തില്ല, ഭയങ്കര മടി. ഞാൻ എഡിറ്റ് ചെയ്തു, പക്ഷേ അപ്ലോഡ് ചെയ്തില്ല, അതാണ് സത്യം. ക്ഷമിക്കണം. അപ്പോൾ ഓക്കേടാ, ബൈ.